ഈ ത്രിമൂർത്തികളാണ് കോൺഗ്രസിന്റെ ശാപം. ഹരിപ്പാട് നിന്നും വിജയമ്മ പറയുന്നത് കേൾക്കുക. i2i ന്യൂസ് റിയാക്ട് ഫോർ ഐ ജനങ്ങളുടെ പ്രതികരണങ്ങൾ. രാഹുലിനെതിരെ ആരോപണമുയർന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടും പരാതിക്കാർ ഇല്ലാത്തതിനെ തുടർന്ന് സതീശന്റെ സിംഗടികളും അന്തംകമ്മികളുമായ 13 പേർ ഞങ്ങൾ ഇതുപോലൊരു പരദൂഷണം എവിടെയോ കേട്ടു, വല്ല കഴമ്പുമുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് എവിടൊക്കെയോ പരാതി കൊടുത്തു. ഇതിനെയാണ് മരം കൊള്ളച്ചാനലും സിൻഡിക്കേറ്റ് മാധ്യമങ്ങളും ചേർന്ന് 13 പരാതിക്കാർ രാഹുലിനെതിരെ രംഗത്ത് എന്നും പറഞ്ഞ് വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ക്യാൻസറായി മാറിയ ആ ത്രിമൂർത്തികളെ കുറിച്ച് ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകയും ഇവന്മാരുടെ ചെയ്തികളിൽ മനംപെടുത്ത് പാർട്ടി പ്രവർത്തനം നിർത്തുകയും ചെയ്ത ഹരിപ്പാട് സ്വദേശി 73-കാരിയായ വിജയമ്മയുടെ വാക്കുകൾ കേൾക്കുക. ഇവരൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് ഈ പ്രസ്ഥാനത്തിനു വേണ്ടി പാടുപെട്ടത് എന്ന് നിങ്ങൾ കേൾക്കുക. ഇവരൊക്കെ രാഹുൽ വിഷയത്തിൽ കേഴുകയാണ്. വിജയമ്മയുടെ വാക്കുകളിലേക്ക്. ഹലോ, ഞാൻ ഹരിപ്പാട് നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് വിജയമ്മ. ഞാൻ ഈ സതീശനെതിരെയുള്ള ഈ പ്രവർത്തനത്തെ പറ്റി 2 വാക്ക് പറയാനാണ് വിളിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 19 വർഷം മുമ്പ് ഉണ്ടായത് പാർട്ടിയല്ലേ സാറേ കോൺഗ്രസ്. അത് ഒരുത്തർക്കോ 2 പേർക്കോ മറ്റാർക്കെങ്കിലും തീർക്കാനൊക്കത്തില്ലല്ലോ. പാർട്ടി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്നവരെ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരെ ചവിട്ടിത്താക്കുന്ന ഒരു പാരമ്പര്യമായിട്ട് ഇപ്പം ഷാനിമോൾ ഉസ്മാൻ കോളേജ് യൂണിയനിൽ കൂടെ ഒക്കെ മുന്നോട്ട് കയറി വന്ന എന്ന് പറഞ്ഞു. അതൊക്കെ സമ്മതിച്ചു. ഇപ്പോൾ ഒരു പ്രധാന കസേരമേലിരിക്കുന്നതെന്നല്ല, താഴെത്തൊട്ടിൽ ഒരു പ്രവർത്തനമുള്ള ആളല്ല. അതിന്റെ ഒരു തെളിവാണ് ഇപ്പൊ അടുത്ത 2 ഇലക്ഷന് വന്നപ്പോൾ സംഭവിച്ചത്. ആ ഇലക്ഷന് ഞാൻ 29 വർഷം പാർട്ടി പ്രവർത്തനം നടത്തിയവളാ. ഞാൻ DCC വരെ എത്തിയതാ. അത് കഴിഞ്ഞ് ഇവരുടെ ഇതേപോലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും തന്നെ പിന്മാറിയതാ ഞാൻ. ഇപ്പൊ കഴിഞ്ഞ 2 ഇലക്ഷന് നിന്നപ്പോഴും അവിടെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ ആളുകൾ കൂടി എന്നല്ലാതെ ആ സ്ഥലങ്ങളിൽ അന്വേഷിച്ചാൽ ആർക്കും ഒരു പ്രവർത്തനവും ഇല്ല. എന്നുവെച്ചാൽ താഴെത്തട്ടിൽ ഒരു പ്രവർത്തനവും നടത്താത്ത ഒരാളാണ് ഇപ്പോൾ പുള്ളിയുടെ. ഞാൻ DCC വരുന്നതിന് മുമ്പ് ഈ പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുള്ളപ്പോൾ ബ്ലോക്ക് മണ്ഡലമാണെങ്കിൽ അവര് പറയുന്ന തലത്തിൽ നിന്നും ഞാൻ ആളെ മടിയിൽ വെച്ച് പേരെഴുതി കൊടുത്തിട്ടുള്ളവളാണ് ഞാൻ. അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ളവളാണ് ഞാൻ. ഇപ്പൊ ഇത്രയും പ്രശ്നം വന്നപ്പം ആൾക്കാരെല്ലാം എന്നെ വിളിക്കുന്നുണ്ട്. എൻ്റെ കൂടെ അന്ന് പ്രവർത്തിച്ചവരെല്ലാം എന്നെ വിളിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട്. ഇങ്ങനെ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരർത്ഥവും നമ്മൾ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവും ഇല്ല. മറ്റുള്ളവരും കൂടെ നമ്മളെ ഇതിരിക്കും. നമ്മളൊന്നും ഇല്ലാതായി നിൽക്കുന്നതാണ് ഇതിൽ ഭേദം എന്നാണ് അവരുടെ അഭിപ്രായം പറയുന്നത്. ഇതെല്ലാം സീറ്റ് മുന്നോട്ടുള്ള പോക്കിനെ മാത്രം ചിന്തിച്ചല്ല, പേടിച്ചൊന്നുമല്ല. ഇവർക്കെല്ലാം ഇനി സ്വന്തം സുരക്ഷത ഏറ്റവും മേൽക്കോയ്മ എന്ത് മാർഗമുണ്ടോ അത് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ബിന്ദുകൃഷ്ണയാണേലോ, ബിന്ദുകൃഷ്ണയ്ക്ക് യാതൊന്നുമേ പറയാനില്ല. പണ്ട് വർഷങ്ങൾക്കപ്പുറം സാറേ ഒരു യേശുദാസ് എങ്ങാണ്ട് ഇപ്പം ശ്രീകണ്ഠൻ പറഞ്ഞതുപോലെ യേശുദാസ് വസ്ത്രധാരണത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞു. കൊട്ടിക്കോഴിച്ച് പ്രശ്നമായി. ഞാൻ പക്ഷെ 2 ദിവസം പേപ്പറിൽ കൊടുത്തു ഇവർക്കെതിരെ. എന്നുവെച്ചാൽ പണ്ട് ലീലാ ദാമോദര സാവിത്രി ലക്ഷ്മി, നബീർ ബീബി ഇവരൊക്കെ മേൽത്തട്ടയിൽ ഇരിക്കുമ്പോഴാണ് പ്രവർത്തിച്ചവളാണ് ഞാൻ. അന്ന് സ്ത്രീകൾ എങ്ങനെ വേണം മറ്റുള്ളവരെ സ്നേഹിക്കാൻ, ഒരു പാർട്ടി പ്രവർത്തകരുടെ തത്വം എന്താണ്, ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചവരായിരുന്നവർ. ഇവരൊക്കെ ചുമ്മാത് ഈ മാതിരിയുള്ള സീറ്റിന് വേണ്ടി, സ്ഥാനത്തിന് വേണ്ടി മാത്രം മോഹിച്ചിരുന്നതാണ്. അവരത്രയും പേര് സംസാരിച്ചതിൽ പത്തനംതിട്ടക്കാർ മാത്രമേ ഉള്ളൂ മര്യാദയായ സംസാരിച്ചത്. പിന്നെ KK-രമയ്ക്ക് എന്തോ 40 വെട്ടിയിട്ടതിന് സഹതാവ് പൊട്ടിക്കേറുന്നു 2 പ്രാവശ്യം കൊണ്ട്. പുതിയ പാർട്ടി ഉണ്ടാക്കി അവർക്ക് എന്തോ സുരക്ഷിത മറ്റുള്ള പാർട്ടിയെ പറ്റി പറയാൻ ഇവർക്കുണ്ട്. അതുപോലെ തന്നെയാണല്ലോ ഉമാ തോമസ് പാർട്ടി പ്രവർത്തകമല്ലായിരുന്നു. ഇതെല്ലാം കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. അത്രമാത്രമല്ലാതെ ഇവർക്കൊക്കെ മാങ്കൂട്ടത്തിൽ കൊച്ചു കുഞ്ഞിലെ മുതൽ കഷ്ടപ്പെട്ട് പാർട്ടിക്ക് വേണ്ടി നടന്ന് ചോരേ നീരും വറ്റിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ നടന്ന ഒരു കുഞ്ഞിനെ പറ്റി ഇത്രയും സംസാരിക്കാൻ ഇവർക്ക് യാതൊരു അർഹതയുള്ളവരല്ല. സ്ത്രീ സുരക്ഷ പറഞ്ഞാൽ അവനൊരമ്മയില്ലേ, അവനൊരു പെങ്ങളില്ലേ, അവർക്കെന്ത് സുരക്ഷത ഇവർ പറയും. അതുപോലെ ഈ പുള്ളി
പിന്നെ MLA ഫണ്ടൊക്കെ കൊണ്ടുവന്ന് കുറച്ച് വികസനമൊക്കെ നടത്തും. അത് അല്ലാതെല്ലാം എനിക്ക് യാതൊരു തോന്നുന്നില്ല പറയാനില്ല. എന്ന് പറഞ്ഞാലോ സാറേ, ഇവര് അനുഭവിച്ച ജീവിതം ഇവര് പറയുന്നുണ്ട്. 60 വയസ്സ് എന്നവർക്ക് പെൻഷൻ എന്ന് പറയുന്നത് പോലെ എല്ലാവരും മാറി നിൽക്കണം. ഇവര് ചെറുപ്പക്കാര് പിള്ളേരെ താഴോട്ട് വെക്കുക. ഇപ്പൊ ഞങ്ങളുടെ ചെറുപ്പം കഴിഞ്ഞിട്ട് നിങ്ങൾ കയറിയാൽ മതി എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരാണ്. അല്ല, ആ രാഷ്ട്രീയത്തിൽ പ്രായം വെച്ചപ്പോൾ ഞങ്ങളും ആ തലത്തിൽ എത്തിയവരാണല്ലോ എന്ന് ചിന്തിക്കണം. പിന്നെ പറഞ്ഞു വന്നു കഴിഞ്ഞാല് രാഹുൽ ഗാന്ധിയെ കുത്തിയിരുന്ന് ഇറക്കിയ കരുണാകരൻ അവരുടെ ഫാമിലി. രാജീവ് ഗാന്ധിയുടെ മരണം കഴിഞ്ഞ് സോണിയായെയും ഈ രാഹുലിനെയൊക്കെ കുടുംബത്തോട് കുത്തി അവരെ ഇറക്കിയ. അല്ല, അന്ന് അങ്ങനെയാണല്ലോ കോൺഗ്രസ് പിന്നൊന്ന് പടികേറിയത്. ഇപ്പൊ ആ കൊച്ചൻ ലോകമെമ്പാടും നടന്ന് ഇന്ത്യ മഹാരാജ്യം മുഴുവൻ നടന്ന് കെട്ടിപ്പിടിക്കാൻ പോന്നു. ഇവിടെ പിടിക്കുവാണെങ്കിൽ ഞാൻ വേണം, നീ വേണ്ട എന്നുള്ള പിടുത്തു. അതാണ് ഇവിടെ നടക്കുന്നത്. അല്ല, പാർട്ടിക്ക് വേണ്ടി എന്ത് പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട് ഇവര്? ഈ പുതിയ KPCC അധ്യക്ഷനുണ്ട്. ഇപ്പൊ പുതിയ ഒരാളെ കൊണ്ടുവച്ചത് എങ്ങനെയുണ്ട് സത്യം പറഞ്ഞാൽ? ഒന്നും പറയാനില്ല. ആ സുധാകരനായിരുന്ന കരുണാകരന്റെ ഒരു പതിപ്പ് പോലെ പിന്നെ പുള്ളിക്ക് അതിനകത്തിൽ ഒരു ചിട്ടയുണ്ടായിരുന്നു. ഒരു പാർട്ടി പ്രവർത്തകന്, ഒരു നേതാവിന് വേണ്ടത് പാർട്ടിക്കാരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അവനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിന് അവൻ പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞ് നടക്കുന്നു? ഇന്നത്തെ കാലത്ത് തൊഴിലുറപ്പെന്ന് പറയുന്നത് പോലെ വീട്ടിലിരുന്ന് കുടിൽ വ്യവസായം പോലെ എന്തെങ്കിലും ചെയ്താൽ അവന് 10 രൂപ ഉണ്ടാക്കാം ഒരു കുടുംബത്തിൽ. അതല്ല, മുഴുവൻ ജീവിതവും ജീവിതം മുഴുവൻ മാറ്റിവെച്ച് എത്രയോ വീടത്തിൽ കുടുംബകലഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രാപകലില്ലാതെ കഷ്ടപ്പെടാൻ പോകുന്നതിന് എല്ലാം സഹിച്ച പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും പറഞ്ഞ് ചാവാൻ നടക്കുന്നത്. അല്ലെങ്കിൽ ഒരമ്മ ഒരു കോളേജ് തലം മുതൽ കൂട്ടിയാൽ മതി, അവൻ ഈ പാർട്ടി പ്രവർത്തനം നടത്തുമ്പോൾ സ്വച്ഛതയും സമാധാനമായിട്ട് വീട്ടിൽ ഇന്ന് കോളേജ് തലത്തിലും മറ്റുള്ള തലത്തിലും ഒക്കെ ഇതെല്ലാം സഹിച്ചും കണ്ടും കേട്ടും ആ തള്ള അത്രമാത്രം പാർട്ടിയെ സ്നേഹിച്ച്, അവർക്കും സ്നേഹം ഉണ്ടായിട്ടാണല്ലോ സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ വിട്ടത്. പാർട്ടിയോട് ആയിട്ട് നടന്നിട്ട് ഒരു പെങ്ങള് കുഞ്ഞുമുണ്ട്. ഉമ്മൻചാണ്ടിയോട് ചെയ്തതുണ്ടല്ലേ, അദ്ദേഹത്തിനെ നെഞ്ചത്ത് കല്ലെറിഞ്ഞു. അദ്ദേഹത്തിന് ഈ അത്രയും വയസ്സായ അപ്പൊ ഈ പാർട്ടിക്കാർ ഇന്ന് അവിടുന്ന് ഈ ചാനലിൽ ഇത്രയും നല്ലൊരു കാര്യം മുന്നോട്ട് കൊണ്ടുവന്നതുകൊണ്ട് അന്ന് ആരും ഇതുപോലെ കൊണ്ടുവരാനില്ലായിരുന്നു. പാർട്ടി ഒന്നിച്ചിറങ്ങിയോ? അദ്ദേഹത്തിന് ഈ വയസ്സായ കാലത്ത് സരിതാ കേസ് ഉണ്ടാക്കിയിട്ട് വല്ലവരും ഇറങ്ങിയോ? മുഴുവൻ സമയവും എനിക്കറിയാം. ഞാന് പാർട്ടി പ്രവർത്തിച്ചപ്പോഴേ ബൈ ഇലക്ഷൻ ഉണ്ട് തിരുവനന്തപുരത്തൊക്കെ. ബൈ ഇലക്ഷനൊക്കെ 1 മാസം പോയി എന്നാണ് ഞങ്ങൾ വർക്ക് ചെയ്തേക്കുന്നത്. ശിവകുമാറിനും പിന്നെ പന്നിയൻ രവീന്ദ്രനെതിരെയുള്ള. അപ്പോഴും അവിടെ ഉള്ളവർ പറയുന്നത് ഇപ്പോഴാണ് വീട് കയറി ഇവിടെ ഒരു പ്രവർത്തനം വന്നത്. പണ്ടേ ഇവിടെ ഒരു സ്ലിപ്പ് കൊണ്ട് തരാൻ പോലും ആരും ഉണ്ടായില്ല. അതാണ് കോൺഗ്രസ്സുകാരുടെ താഴ്ത്തട്ടിലെ പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നവർ. അങ്ങനെ ഇറങ്ങി നടന്നിട്ടുള്ളവളാണ് ഞാൻ. അതുകൊണ്ട് ഓരോ തലത്തിലുള്ള ആളുകളുടെ പ്രവർത്തനത്തെ പറ്റി എനിക്ക് നല്ലവണ്ണം അറിയാം. അന്ന് ഈ ഉമ്മൻചാണ്ടിയെ കാണിച്ചതുപോലെ തന്നെ ഈ കുഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവനൊരു സ്ഥാനം. അപ്പൊ ഇവർക്കൊക്കെ മാറിയിരിക്കേണ്ടി വരും. ഇവരിപ്പോഴും ചെറുപ്പമായിട്ടിരുന്നോണ്ട് പിള്ളേരെ എല്ലാം ചവിട്ടി താക്കുമല്ലേ. ആ സന്ദീപ് വാര്യര് BJP വന്നു, അവൻ ഉറച്ച തലത്തിൽ നിന്നല്ലേ മുന്നോട്ട് നീങ്ങുന്നത്. അതിനെത്ര മുരളീധരൻ വരെ എതിര് നല്ല നേരായിട്ടല്ലല്ലോ സന്ദീപ് വാര്യർക്കെതിരെ നേരെയായിട്ടുള്ള പ്രവർത്തനമല്ലല്ലോ ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ. ഷാബി പറമ്പില് ശൈലജയുടെ എതിരെ നിന്ന് ലക്ഷങ്ങളുടെ വോട്ട് ഭൂരിപക്ഷം മേടിച്ച ഒരു കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലുതല്ലയോ ആ നാട്ടുകാർ കണ്ടേക്കുന്നത്? അല്ലയോ? അല്ലെങ്കിൽ അത്ര വോട്ട് മേടിച്ച് ജയിക്കാൻ ഒക്കുമോ? അപ്പൊ ജനം പിന്തുണയ്ക്കുന്ന ആരാണോ എന്ന് വെച്ചാൽ പാർട്ടി മുന്നോട്ട് പോകണം. ജനം പിന്തുണയ്ക്കുന്ന ആരെയാണോ തുണയും സാമർഥ്യമായിട്ട് എല്ലാ തലത്തിലും നിൽക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ആരാണോ അവരെ മുന്നോട്ട് കൊണ്ടുപോവുക. എന്ന് വെച്ചാൽ പാർട്ടി വളർത്തണം എന്ന് ചിന്ത വേണം. ഇതാ ചിന്തയില്ല, അതാണ് അതിന്റെ കാര്യം. ഇതേപോലെ തന്നെ കുടുംബത്തെ പോലും ഇവിടെ ഒരു വനിതാ നേതാവ് ഉണ്ടായിരുന്നു, വിമലാ കാർണവൻ. അവർക്ക് ലീലാ ദാമോദരൻ മേനോനും ഒക്കെ ഒരു 18 ഇത് കൃഷിന്റെ യൂണിറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അപ്പം പാർട്ടി പ്രവർത്തനത്തിന് എന്തെങ്കിലും ആളുകൾ ഇത്ര പേര് ചെല്ലണമെന്ന് പറഞ്ഞാൽ ഈ കൃഷിയിലെ 2 പേര് വെച്ചുള്ള ആളിനെ അവിടെ എത്തിക്കും. അതായിരുന്നു പുള്ളിയുടെ പ്രവർത്തനം. പിന്നെ ഈ പറയുന്ന പോലെ പോക്കറ്റ് രാഷ്ട്രീയം, സ്റ്റേജ് രാഷ്ട്രീയം, ഇതായിരുന്നു
ഇതൊക്കെയാണ് ഇവരുടെ ഇത്. മുൻതലത്തിലോട്ട് വരിക, ഇങ്ങനത്തുള്ള പ്രവർത്തനം നടത്തുക. അതല്ലാതെ ആര് പ്രവർത്തിക്കുന്നെങ്കിൽ ആര് മുന്നോട്ട് പോകാൻ നീ ആരാ എന്നുള്ള രീതിയിൽ അവരെ ഏത് തരത്തിലും അടിച്ചമർത്തിക്കളി. അല്ലെങ്കിൽ ഒരു മുത്തുമാല കെട്ടാനുള്ള മുത്തുകൾ പോലെ അല്ലയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA-മാര് തുടങ്ങി പാർട്ടിയുടെ നേതൃത്വമുള്ളവർ വരെ 8 വർഷം കടന്നവരെ വരെ അവർ ഇത് പിന്തുണയ്ക്കുന്നില്ലേ? ഇത്രയും ഒരു കാര്യം ആരാണ്ടോ പറഞ്ഞു, ഒന്നും തെളിവ് കൊണ്ടുവരാനില്ല, ഇല്ലെന്നും പറഞ്ഞ് ഈ കൊച്ചനെതിരെ 3.5 വർഷം മുമ്പുള്ള കഥയൊക്കെ എടുത്ത് ഈ പാർട്ടി ഇവരെ പാർട്ടിയിൽ നിന്ന് ഓരോ സാഹചര്യത്തിൽ വെച്ചിട്ടുണ്ട്. പ്രവർത്തകരുടെ മൊത്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പാർട്ടി വിളിച്ചു കൂട്ടി, അല്ലാതെ ഒരു തീരുമാനം എടുക്കാൻ ഇവരാരാ? അപ്പൊ അഹങ്കാരമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇതിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഒരു സാധ്യതയുണ്ടായിരുന്ന ഒരു സമയമാണ്. ഈ VD സതീശനും ഇവന്മാരും എല്ലാം കൂടി അത് നശിപ്പിച്ച് കളഞ്ഞില്ലേ? നശിപ്പിച്ചു കളഞ്ഞു, തീർച്ചയായിട്ടും. അതുകൊണ്ട് വേദനയുണ്ട് മനുഷ്യന്. ഈ ചാനലില് ദിവസവും വെച്ച് കേൾക്കും, എല്ലാവരും ദിവസവും വെച്ച് കേൾക്കും. ട്രൈ ചെയ്യുമ്പോ മിക്കവാറും പേർക്ക് കിട്ടാത്തതാ. ദിവസവും വെച്ച് കേൾക്കും. കേട്ടിട്ട് ഇവിടെ ഉള്ള ഈ ജില്ലയിലുള്ള 3/4 പേര് ഓരോ സ്ഥലത്തു നിന്ന് എന്നെ വിളിക്കാറുണ്ട്. പണ്ട് എങ്ങനെ എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചോ അവരൊക്കെ ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. ഇനി ഇലക്ഷൻ വരുമ്പോ അവര് പറയുന്നത് പോകുന്നില്ല, അത്രേ ഉള്ളൂ. മെനക്കെട്ടല്ലയോ സാറേ പോകുന്നത്? എല്ലാവരും കൊച്ചു കുഞ്ഞുങ്ങളുള്ളവർ കാണും, ജോലിക്ക് വിടേണ്ടവർ കാണും, അങ്ങനെ എന്തെല്ലാം അസുഖങ്ങളുള്ളവർ വീട്ടിലുള്ളവർ കാണും, പ്രായമുള്ളവർ കാണും. അവരെയും പൊക്കിയെടുത്ത് വണ്ടിയെ കയറ്റി വണ്ടിക്കൂലിയും മുടക്കി അവിടെ ചെന്ന് കാവല് കിടന്ന് വോട്ട് ചെയ്യാൻ പോകുന്ന എന്തിനാ? ഇവരുടെ ഈ അഹങ്കാരത്തിന് കൂട്ടു നിൽക്കുവാണോ? ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് നിങ്ങൾ ഇത്രയും മുതിർന്ന ഈ കോൺഗ്രസ് പ്രവർത്തകർ ഈ സതീശന്റെ ഒക്കെ പ്രവർത്തനം കണ്ട് ഇയാളോടൊക്കെ എന്തെങ്കിലും ഒരു ബഹുമാനം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പഴയ ആ പ്രവർത്തകർക്ക്? യാതൊരു ബഹുമാനവും ഇല്ല, യാതൊരു ബഹുമാനവും. 76 വയസ്സുണ്ട് എനിക്ക്. ഞാന് എറണാകുളത്തൊക്കെ സമ്മേളനത്തിന് പോയി ചെന്ന് ഒരു പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളന്ന് അവരും ഈ പറയുന്ന പോലെ കഷ്ടപ്പെട്ടേക്കുന്നത്. രമേശൻ ആദ്യമായിട്ട് ഇലക്ഷന് നിൽക്കുമ്പോൾ കണ്ണോലി വാതുക്കൽ ഒരു ഒരു കൊച്ചു പിള്ളേർ കളിക്കുന്ന ഷെഡ് പോലെ ഉണ്ടാക്കി. ഞാൻ ചോദിച്ചു, അയ്യോ ഇതാണ്? ഇതാ. അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ദേണ്ട ഇതാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇത് സ്വീകരണശാലയാ അത് എന്ന്. തുപ്പൽ തൊട്ടാ തോർണ പൊട്ടിക്കുന്നേ, ജട്ടിയിട്ടുണ്ട്. ആ കാലം മുതൽ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോടൊപ്പം നിന്നവരാ. ഇലക്ഷൻ വരുന്ന സമയത്ത് ഓരോരോ ഇടത്ത് പോയി സ്വീകരണത്തിനുള്ള ഇതുണ്ടാക്കുമ്പോൾ പോയി ജട്ടി ഇട്ടുകൊണ്ട് പോയിന്ന് തുപ്പൽ തൊട്ട് തോർണ പൊട്ടിക്കും. പ്രായമായിരുന്നു, അത്രേ ഉള്ളൂ. ഞാൻ അന്ന് സമ്മേളനത്തിനൊക്കെ പോയിച്ച് വരുമ്പോഴേ ഒരു ദിവസം മണ്ണി കളിച്ച് പൊടി അണിഞ്ഞ് 2 എണ്ണം അവിടെ കിടക്കുക. അന്നേരം ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, രാത്രി ഞാൻ വരുമ്പോ, എൻ്റെ അമ്മയെ എന്തുവാ അമ്മയെ കാണുന്നത്? അതെന്താ? എൻ്റെ അമ്മ ഞങ്ങളുടെ അമ്മ വന്നിട്ട് ഞങ്ങളെ കുളിപ്പിച്ചാൽ മതി എന്നാ എൻ്റെ അമ്മയോട്. അയലത്തുള്ളവർ വിളിച്ചു, മോനെ അമ്മ ഇപ്പം വരും എന്നൊക്കെ പറഞ്ഞിട്ടാ വല്ലതും വാരി കൊടുത്തത്. ഞാൻ വരുമ്പോ പറയും, എൻ്റെ അയലത്തുകാർ പറയും, വിശക്കത്തൊന്നുമില്ല കേട്ടോ, ഞങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കുഞ്ഞിന്. അങ്ങനെ ഇട്ടാ ഞാൻ പോയേക്കുന്നത്. എൻ്റെ മൂത്തമ്മോട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമ്പോഴാ ഞങ്ങളുടെ അവിടെ ബൈറോഡിന്റെ പ്രശ്നം വന്ന് അവിടെ ചെല്ലണമെന്നും പറഞ്ഞ് അവിടെ അയലത്തുകാർ ഓടി വന്ന് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ ഇട്ടേച്ച് എങ്ങനെ വരുന്നത്? ഞങ്ങൾ നോക്കിക്കോളാം, പൊക്കോ. അങ്ങനായിരുന്നു എൻ്റെ നാട്ടുകാരെ എന്നെ വിട്ടുകൊണ്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ എനിക്ക് സീറ്റ് തരും, എന്നെ തോൽപ്പിക്കാൻ ഇവർ സാർ കൊടുത്തിറങ്ങും. അങ്ങനായിരുന്നു. എന്ന് വെച്ചാൽ അന്നേരം ഞാൻ ഇതുപോലുള്ള കാര്യം പറയും സാറേ, ഉള്ള കാര്യം പറയാം. അതുകൊണ്ട് എന്നെ കണ്ടുകൂടാ. ഞാനിപ്പോ ഇതുപോലുള്ളവരുടെ വളർത്താൻ എന്തോന് പോകുന്നു? ഞാനൊന്നിനേ പോത്തില്ല. പക്ഷെ അന്നുള്ള എൻ്റെ പ്രവർത്തകരെല്ലാം ഇന്ന് നിഷ്ക്രിയരായി ഇന്നും ഉണ്ട്. അതുകൊണ്ട് അവരുടെ മക്കൾ പോലും ഇപ്പോൾ ഒന്നിനും ഇറങ്ങത്തില്ല. ഈ പ്രാവശ്യം ഇവിടെ ഉള്ള എൻ്റെ അടുത്തുള്ള ഒരു തള്ള വോട്ട് ചെയ്യാൻ പോയതിന് പിള്ളേർ ചോദിച്ചു, എന്തോതിനാണ് നിങ്ങൾ ഇതിനൊക്കെ പോകുന്നതെന്ന്. ഇപ്പോഴും താത്തു വെച്ചുകൂടെ ഇന്ന് ചോദിക്കുന്നു. ഇത്രയും പ്രശ്നം കൂടെ വന്നപ്പോൾ ഇനി ഇതങ്ങ് താത്തു വെച്ചേ എന്നാ പറയുന്നത്. എന്നുവെച്ചാൽ ആർക്കും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതുമാതിരിയുള്ള വൃത്തികേട്. ഭരണത്തിൽ കിട്ടും എന്ന് ഇന്നലെ വെളി കണ്ടതുകൊണ്ട് അങ്ങ് പ്രവർത്തിക്കുക. പക്ഷേ അരിയാഹാരം കഴിക്കുന്നവരല്ല. അരിയാഹാരം കഴിക്കുന്നവരായിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം സരിത കേസ് വന്ന് പാർട്ടിയെ താഴെ ഇറക്കിയവരാണ് ഇപ്പൊ ഈ ബുദ്ധി പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ കഴിയുന്നതല്ല. ഇവരൊക്കെ വലിയ കോട്ടിട്ട് തേച്ചിട്ടൊന്നും നടന്നിട്ട് ഒരു കാര്യവും ഇല്ല. അത്രയും ചിന്തിച്ചാൽ മതിയായിരുന്നു. ആ ഒരൊറ്റ എക്സാമ്പിൾ മതിയായിരുന്നു. അതുകൊണ്ട് ഇറക്കിയതാണ്. ഒന്നേരം തന്നെ കേസുണ്ടെങ്കിൽ വന്നോട്ട്.
കേസിന്റെ വഴി ഇത് നോക്കിക്കോളാം. അന്ന് കേട്ടപ്പോൾ അവര് ശിക്ഷ ഇത് കിട്ടുവാണെങ്കിൽ അന്ന് നമുക്ക് അതിന്റെ വഴിക്ക് പൊക്കോളാം എന്നൊറ്റ തീരുമാനം എടുക്കേണ്ട കാര്യമല്ലേ ഉള്ളായിരുന്നു. ഇത് ആരോപണം വന്ന അന്ന് തന്നെ ഇയാൾ പ്രഖ്യാപനം നടത്തി ഇയാളുടെ ആ പദവി എടുത്തു മാറ്റി പ്രാഥമിക അംഗത്തെ ഇവനെ ഇതിൽ പരം അപമാനിക്കാറുണ്ട്. ഇവര് അല്ലെങ്കിൽ സാറേ അവര് അതും ചെയ്യിക്കും, ചെയ്തേനും. അത് ആ തള്ളയുടെ ഭാഗ്യം കൊണ്ടാ. ആ തള്ളയുടെ ഈ ഈശ്വര വിശ്വാസിയോ ഭാഗ്യമുള്ളവരായതുകൊണ്ട് അല്ലെങ്കിൽ അതും ചെയ്യിക്കും. അല്ല ഇത് ഇവനിപ്പം ഇത് സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യുമായിരുന്നെങ്കിൽ ഇവന്മാർ ഇതും മുതലാക്കാൻ ഇറങ്ങില്ലായിരുന്നോ? അന്നേരം അല്ല മുതലാക്കും തീർച്ചയായിട്ടും. സാധാ വോട്ട് അവരിപ്പം പണ്ട് കോൺഗ്രസിന് ആ പണിയില്ലായിരുന്നു. രാജീവ് ഗാന്ധി ഭരിച്ചതോടാ സഹതാ വോട്ടിലോട്ട് ഇപ്പൊ ഇവർ കയറിയിരിക്കുന്നത്. അവരിപ്പൊ ഈ ബുദ്ധിയാ കണ്ടിരിക്കുന്നത്. ഒരൊറ്റ മനുഷ്യനും ഉമ്മൻചാണ്ടിയുടെ മാനസിക നിലയും അദ്ദേഹത്തിന്റെ ആരോഗ്യ നിലയും എല്ലാം തകർത്ത് അദ്ദേഹത്തെ രോഗിയാക്കി അദ്ദേഹത്തെ കൊന്ന് ഒടുക്കം അതിന്റെ പേരിൽ സീറ്റ് പിടിച്ചു. അതുപോലെ പി ടി തോമസ് ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്നവരെ എനിക്കറിയാം. എന്നിട്ട് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ വിമലക്കാരനവരൊക്കെ ആവശ്യത്തിനുണ്ടാക്കി. അയാൾ ഈശ്വരവിശ്വാസിയ, അയാൾ യാതൊരു നേട്ടവും കൊയ്തിട്ടുള്ള മനുഷ്യനല്ല. കൂടെ നിൽക്കുന്നവരെ സ്നേഹിക്കും. ഞാൻ ഈ തിരുവനന്തപുരത്ത് ഇലക്ഷൻ മാർക്കിന് പോയ സമയത്ത് ചുമ്മാ 2 ദിവസം അദ്ദേഹത്തെ വീട്ടിൽ ചെന്നൊന്ന് കാണാം എന്ന് പറഞ്ഞു പോയി. ഒരു ദിവസം പോയി കണ്ടില്ല, പിന്നെ അടുത്ത ദിവസം പോയി കണ്ടില്ല. പക്ഷെ ചെന്നാൽ അവരൊക്കെ ഏത് സമയവും ആ വീട്ടിൽ ഈശ്വര പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വീടാ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അന്ന് കല്ലെറിഞ്ഞപ്പോഴും സ്റ്റേജ് ഒടിഞ്ഞ് വീണപ്പോഴും അദ്ദേഹത്തിന് ഒന്നും പറ്റാഞ്ഞതിന്റെ കാര്യം അതാ. അവര് തീർത്തും ഈശ്വര വിശ്വാസികളാണ്. അതുകൊണ്ട് കൂടെ നിൽക്കുന്നവരാര് പറയുന്നു അവരങ്ങ് കേൾക്കും, അദ്ദേഹം അങ്ങ് കേൾക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പാർട്ടി പ്രവർത്തകരെ സ്നേഹിക്കുന്നു. പക്ഷേ അത്ര സത്യസന്ധനായ ഒരു അദ്ദേഹത്തിന് ചെയ്യാവുന്നത് മാക്സിമം ആർക്കും എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുപോലെ ഒരു പാർട്ടി പ്രവർത്തകരില്ല. പിന്നെ കരുണാകരനും കൂടെ നിൽക്കുന്നവരെ ഈ പാർട്ടിയെ ഒരു സാഹചര്യത്തിൽ ശക്തമായി എതിർത്ത് മറ്റുള്ളവർക്കെതിരെ നിൽക്കുന്നവരാ. അവർക്ക് ഏത് സാഹചര്യത്തിലും ഇവർക്കെന്നും ശത്രുവായി പിന്നിൽ ആളുണ്ടാകും. അവർക്കൊരു പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ പാർട്ടിയെ നിലനിർത്തി അവരോട് പാർട്ടിയെ എല്ലായിടത്തും അല്ലാതെ എവിടോട്ട് പോവും? ആ കരുണാകരനോ ഈ ഉമ്മൻചാണ്ടിയോ അല്ലാതെ ആരുമില്ല, ആരും. പിന്നെ സുധീരൻ സത്യസന്ധമായ ഒരാളായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. അദ്ദേഹത്തിന്റെ തലത്തിൽ ഇരുന്ന കാലത്തൊക്കെ സത്യസന്ധതയെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഇലക്ഷൻ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വനിതാ സ്ക്വാഡ് ഇത് വെച്ചത്. ഒരു കാര്യം കൂടെ സമയം ഇതായതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചു. അതായത് അമ്മയ്ക്ക് ഇത്രയും വർഷം 76 വയസ്സായി, പാർട്ടിക്ക് വേണ്ടി ഇത്രയും വർഷം പതിറ്റാണ്ടുകൾ പ്രയത്നിച്ചു. ഇതെല്ലാം കണ്ട് അവസാനം ഇവന്മാർക്ക് ഈ രാഹുൽ വിഷയത്തിൽ ഇവന്മാർക്ക് ഈ ബോധമില്ലാതെ നിൽക്കുന്ന ഇവന്മാർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം ചുരുക്കി എന്ന് പറയാമോ? ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ അനുഭവം വെച്ച് ഉപദേശത്തില് ഇനിയും അടുത്ത വീഴ്ച വന്നിട്ട് അത് ഗുണപാഠം പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. പിന്നെ പറയുന്നത് വെച്ചാൽ സാർ ഒരു കാര്യം ചെയ്യണം. അവര് ഫാമിലിയുടെ നമുക്ക് പിന്നെ ഫോൺ നമ്പർ ഒന്നുമില്ല. അതുകൊണ്ടാണ് പ്രത്യേക ഒരു സാഹചര്യം വരുമ്പോൾ ഒന്നിച്ച് വനിതകൾ കൂടാത്തക്കവണ്ണം ഓരോ ജില്ലയിലും ഒരു ഇത് കൊടുക്കണം. ഇന്നടത്ത് ഇത്ര മണിക്ക് എല്ലാവരും എത്തണം എന്നുള്ള ഒരു ഇത് കൊടുത്താൽ ആളുകൾ ആവശ്യം പോലെ അവിടെ എത്തും. അന്ന് ഇവർക്ക് മനസ്സിലാക്കാം സത്യത്തിന്റെ പാതയോ അല്ലെങ്കിൽ നീതിയോ എവിടെ ഉണ്ട് എന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവർക്കെന്താ തിരിച്ചടി കിട്ടാനാ? ഇവർക്ക് ഈ രാഹുലിന് തിരിച്ചെടുത്ത് ഈ ഗുണപാഠം ഇത് കാണിച്ചത് തെറ്റാണെന്ന് ജനത്തിനെ ബോധ്യപ്പെടുത്തിയാൽ ഈ ജനമെല്ലാം തിരിച്ചു വരും. അതല്ലാതെ ഒരിക്കലും മനുഷ്യൻ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമേ ഇല്ല. അതൊരു വേദനയാണ്. സ്വന്തം മക്കൾക്ക് വരുന്ന അനുഭവങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഇവർ ചിന്തിക്കാഞ്ഞിട്ടല്ല. അവരോടെ മക്കളല്ല ഇതുപോലെ വന്നെങ്കിലും ഇവരാരാ ഇത്ര വലിയ ആളുകള്? പാല് പോലെ ശുദ്ധമാണോ ഇവരൊക്കെ? വളരെ പരിശുദ്ധരാണെന്നാണ് തോന്നുന്നത് ഇവരൊക്കെ. അവർ കൊച്ചൻ ആരോണ്ടോടോ സംസാരിച്ചു. അതുപോലെ ഏതൊക്കെ പദവികൾ വഹിച്ചിട്ടുണ്ട് ഈ പാർട്ടിയുടെ? ഞാന് മണ്ഡലം പ്രസിഡന്റായ, അതിനു മുമ്പ് പ്രവർത്തിച്ചു മണ്ഡലം പ്രസിഡന്റായി 14 വർഷം മണ്ഡലം പ്രസിഡന്റായിട്ട് കഴിഞ്ഞാണ് എനിക്ക് ഒരു ഗ്രൂപ്പും ഇല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടി പിടിക്കുന്ന ആരാണോ എവിടെ ഇതായിട്ട് നിൽക്കുന്നോ അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഗ്രൂപ്പ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച സമയത്തൊന്നും ഞാൻ നിഷ്പക്ഷമായിട്ട് പാർട്ടി ഓഫീസിലേ പോത്തില്ലായിരുന്നു.
ആയിട്ട് നിന്നവളാ ഞാൻ. അതുകൊണ്ടാണ് എന്നെ ഈ കുത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. ഞാൻ സത്യാവസ്ഥ പറയും. ഞാൻ DC ജില്ലാ ട്രഷറായിരുന്നു. ഞാൻ ബ്ലോക്ക് പ്രസിഡന്റായിട്ട് ഇരുന്ന സമയത്ത് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം എന്റെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് അവർ തന്നതാ, അല്ലാതെ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലല്ല. അത് കഴിഞ്ഞപ്പോൾ ജില്ലയിലേക്ക് ഇന്നപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴ് ഓരോ പ്രദേശത്തെയും പ്രവർത്തകരെ മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ആ പാർട്ടി ഓഫീസിൽ ഇരുന്ന് തന്നെ പറഞ്ഞ സെക്കൻഡിൽ ഇപ്പൊ കരുവറ്റ ഇന്നാര്, ഹരിപ്പാട് ഇന്നാര് എന്നും പറഞ്ഞ് എഴുതി അവരുടെ അപ്പം കൊടുക്കുക. ആ ഇലക്ഷന് ഇവരെല്ലാം സ്ഥാനാർത്ഥികളായിട്ട് നിർത്തി. ഒരാൾ പോലും തോറ്റില്ല, എല്ലാവരും ജയിക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ അത്ര ഇതായിട്ട് പ്രവർത്തിക്കുന്നവരാ. ഇത് വരുമ്പോൾ ഇന്നാരെ വിളിച്ചു ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടുന്ന് 10 പേര് ഒരു 10 പേരെ കൊണ്ട് ഇന്ന സ്റ്റോപ്പിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന സ്റ്റോപ്പിൽ നിൽക്കും. അങ്ങനെ കയറ്റി ഈ ഷാനിമോളും മറ്റും തിരുവനന്തപുരത്തും മറ്റുള്ള ആ ചേച്ചി ഒരു വണ്ടി ആള് വേണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ആളും കൊണ്ടുപോയി ഞാൻ. അങ്ങനായിരുന്നു. അത് വനിതകള്. ഞാൻ ഇവിടെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു, ജനകീയ ആസൂത്രണം ആദ്യത്തെ മെമ്പറായിരുന്നു. അന്നേരം ഈ പറയുന്നത് പോലെ എന്റെ ഗ്രാമസഭയിൽ പണ്ട് കമ്പൽസറി ആയിരുന്നല്ലോ ഗ്രാമസഭ മാസം തോറും കൂടണമെന്ന്. ഏറ്റവും കൂടുതൽ വനിതകളെ സംഘടിപ്പിച്ചുള്ള ഗ്രാമസഭ വിജയമ്മ മെമ്പറുടെയാന്ന് പറയും. അവിടെ പഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥന്മാര് പറയും. ഞാൻ എല്ലാവരോടും പറയും, നീ പിള്ളേരെയൊക്കെ കൊണ്ടിഞ്ഞ് പോര് കേട്ടോ എന്ന് പറയും. ഞാൻ അവർക്ക് ബന്നോ വെള്ളമോ ഒക്കെ വെച്ചേക്കും കൊച്ചു പിള്ളേർക്ക്. അപ്പൊ അവര് വഴക്കിടാതിരുന്നു. അങ്ങനെ ആയിരുന്നു. ഹാള് നിറയെ പെണ്ണുങ്ങൾ കാണും. അങ്ങനെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതങ്ങനെ ഉള്ളപ്പോഴേ നമ്മൾ ഇന്ന് നമ്മുടെ പാർട്ടി പ്രവർത്തനം പണ്ട് നടത്തിയവരല്ല ഇന്ന് വേദനയായിട്ട് പറയുമ്പോഴേ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ട നമ്മൾ ഇന്ന് പാർട്ടിയും ഇല്ല, ആരും തുണക്കില്ല എന്നൊരവസ്ഥ വരുവാണെങ്കിൽ എന്താ സാറേ ഒന്ന് ആലോചിച്ച്. ഇന്ന് നോക്കിയാ നിങ്ങൾ അങ്ങനെയൊക്കെ പടുത്തുയർത്തി ഈ പ്രസ്ഥാനം ഇന്ന് ഇതുപോലെയുള്ള അലവലാദികൾ ഇതിന്റെ തലപ്പത്തിരുന്ന് യുവമാര് കാണിക്കുന്ന ഈ പണി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനു വേണ്ടിയാണല്ലോ എന്റെ ദൈവമേ എന്റെ കുഞ്ഞുങ്ങളെ പോലും ഇട്ടിട്ട് ഇത്രയും കഷ്ടപ്പെട്ടതെന്ന് ഒരു വേദന ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ട് സാറേ. അത്ര കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. വീട്ടിൽ അതിന് എന്റെ ഭർത്താവുമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നേരം ഞാൻ പറയും പാർട്ടി വേറെ കുടുംബജീവിതം വേറെ ഞാൻ പറയുന്നത്. അങ്ങനെ എവിടെല്ലാം ഡൽഹി യാത്രയ്ക്ക് പോയിട്ടുണ്ട് ഞാൻ പാർട്ടിയുടെ ഏതെല്ലാം തലത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടോ ആളെ കൂട്ടിക്കൊണ്ട് ഞാൻ പോകും. അമ്മമാരുടെ പ്രതികരണങ്ങൾ തുടരുന്നു. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാൻ ഒരിടം. i2i ന്യൂസ്, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.